ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും പുതിയതായിട്ടൊരു സ്മാർട്ട് ഫോൺ കൂടി വരാൻ പോവുകയാണ്. റിയൽമി 5 ആൻഡ് റിയൽമി 5 പ്രോ എന്ന സ്മാർട്ട് ഫോണുകൾക്ക് ശേഷം റിയൽമി 5S എന്നൊരു സ്മാർട്ട് ഫോൺ കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ റിയൽമി 5Sനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റിയൽമി 5 ആൻഡ് 5 പ്രോ ആയിട്ട് സിമിലർ ആണ്. എങ്കിലും വളരെയധികം വ്യത്യാസങ്ങളോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.5 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോറില്ല ഗ്ലാസ് 3+ ആണ് വരുന്നത്. നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665 ആണ്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 കസ്റ്റമൈസ്ഡ് കളർ OS 6 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 3GB RAM ആൻഡ് 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 4GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 4GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ലഭിക്കുന്നുണ്ട്. 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറയാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ കാണാം. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് കാണാം. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ലഭിക്കുന്നത്. പിന്നെ LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ കാണാം. സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. 10 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മൈക്രോ USB പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്: പർപ്പിൾ, ബ്ലൂ ആൻഡ് റെഡ്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി 5S എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആൻഡ് ലോഞ്ചിങ് ഡേറ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8999 രൂപയാണ്. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 3GB RAM ആൻഡ് 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത്. ഒപ്പം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ 20-നാണ്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി 5S എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽമി 5 ആൻഡ് 5 പ്രോ എന്ന സ്മാർട്ട് ഫോണിൻ്റെ സെയിം ഡിസൈനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ക്യാമറ സെക്ഷനിലും അതുപോലെ തന്നെ കളേഴ്സിലും പ്രൈസിങ്ങിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എടുത്തു പറയാനുള്ളത്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.